ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർക്ക് ഈ വേൾഡ് കപ്പിൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് കളിക്കളത്തിൽ ചിലവഴിക്കാൻ ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, അടുത്ത മത്സരത്തിലും നെയ്മർ പകരക്കാരൻ്റെ വേഷത്തിലായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ അവസരം ലഭിക്കാത്തതിൽ ആരാധകർക്ക് ചെറിയ തോതിലെങ്കിലും നിരാശയുണ്ട്. നെയ്മറെ ഇപ്പോഴും സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. ഇതേക്കുറിച്ച് കഫു സംസാരിച്ചിട്ടുണ്ട്. നെയ്മറുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട, അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കും എന്നുള്ളത് മാത്രമല്ല, നെയ്മർ തൻ്റെ പഴയ മികവിലേക്ക് തിരിച്ചെത്തും എന്നാണ് ബ്രസീലിയൻ ഇതിഹാസമായ കഫു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഫോമിൽ ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കളിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഇതെല്ലാം ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ തീർച്ചയായും അവർക്ക് അവസരം ലഭിക്കും. കളിക്കളത്തിൽ എന്തൊക്കെ ചെയ്യാൻ നെയ്മർക്ക് സാധിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി തൻ്റെ മുഴുവൻ എനർജിയും നെയ്മർ നൽകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നും വേണ്ട. എല്ലാം നൽകിക്കൊണ്ട് അദ്ദേഹം കളിക്കും. അക്കാര്യത്തിൽ ആരും നെയ്മറെ സംശയിക്കേണ്ടതില്ല. ഇതാണ് കഫു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിന്നിംഗ് 11-ൽ മാറ്റം വരുത്താൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് നെയ്മർക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം ലഭിക്കാത്തത്. മാത്രമല്ല, നെയ്മറുടെ ഒരു മാച്ച് ഫിറ്റ്നസ് ഇപ്പോഴും ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പരിക്കിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇനി ബ്രസീലിനെ കാത്തിരിക്കുന്നത് വളരെ ഇൻറ്റൻസീവായ മത്സരങ്ങളാണ്. അടുത്ത നോർവേക്കെതിരെയുള്ള മത്സരത്തിൻ്റെ ഒരു 60ാമത്തെ മിനിറ്റിലെങ്കിലും നെയ്മറെ കൊണ്ടുവരാൻ ആഞ്ചലോട്ടി തയ്യാറാകും എന്ന പ്രതീക്ഷയിലാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.